എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 94-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയും. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നതോടൊപ്പം നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. എന്തുമാത്രം കഷ്ടപ്പെട്ട് അറിയാവുന്ന വക്രതയെല്ലാം പ്രയോഗിച്ച് ഒരു തരത്തിലാണ് രണ്ടിനെയും വേർപെടുത്തിയെടുത്തത്. ഇതൊരുമാതിരി ഇലാസ്റ്റിക് വലിച്ചുവിട്ടതുപോലെയാണല്ലോ. പിന്നെയും അങ്ങോട്ട് തന്നെ പോയേക്കുന്നു. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അവൻ്റെ അടുത്തേക്ക് ഇവൾ എന്നാ കാണാനാണ് പോയത് എന്ന് നോക്കാതിരിക്കാൻ പറ്റുമോ? അതറിയാൻ വേണ്ടി പള്ളിയുടെ മറവിലൂടെ ലൂയിസ് വന്നതായിരുന്നു. മറഞ്ഞു നിൽക്കുന്നതായി തോന്നാത്ത രീതിയിൽ പള്ളിയിലെ മാവിൻ്റെ മണ്ടയിലെ മാങ്ങയും നോക്കിക്കൊണ്ട് നിന്ന് അയാൾ നീതുവും കിച്ചുവും തമ്മിൽ എന്താണ് പറയുന്നത് എന്ന് വളരെ കാര്യമായി ശ്രദ്ധിച്ചു. ഇതുവരെ കേട്ടതിൽ നിന്നും താൻ സംശയിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അവൾ അവളുടെ കല്യാണം വിളിക്കുകയാണ് ചെയ്തത്. അത് താൻ അവളോട് പറഞ്ഞ് ഏൽപ്പിച്ച കാര്യവുമാണ്. അതാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. ഏതായാലും കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതി. വെറുതെ സംശയിച്ചു. പക്ഷേ എങ്ങനെ സംശയിക്കാതിരിക്കും? പ്രതീക്ഷിച്ചതുപോലെയുള്ള അപകടങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ലൂയിസ് പെട്ടെന്ന് തന്നെ മാവിൻ്റെ മണ്ടയിലേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് തിരിച്ചു നടന്നു. ലൂയിസ് ഏട്ടന് ഈ കൊല്ലം മാവ് ലേലത്തിൽ പിടിക്കാനുള്ള പരിപാടി വല്ലതുമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ മത്സരിച്ച് ലേലം വിളിക്കാനൊന്നും ഞങ്ങളാരുമില്ല. എവിടെ നിന്നോ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ ആ നാട്ടുകാരായ 1-2 പേരാണ്. ലൂയിസ് അവിടെ നിന്ന് തക്കും പിക്കും നോക്കുന്നത് കണ്ടിട്ട് ഒന്ന് നിരീക്ഷിക്കാൻ വന്നതാണ്. അവന്മാർക്ക് പിള്ളേരുടെ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. വന്നത് മാവിലെ മാങ്ങാൻ നോക്കാനല്ലെന്ന് അവന്മാർക്കറിയാം. അതുകൊണ്ട് ഒന്ന് ആക്കി വിടാമെന്ന് വിചാരിച്ചാണ് അവർ വന്നത്. അവരുടെ മക്കളുടെ കാര്യമല്ലല്ലോ. അതുകൊണ്ട് അവന്മാർക്ക് എന്തു വേണേലും പറയാം. ലൂയിസിന് ലേലം വിളിക്കണം എന്ന് തോന്നിയാൽ വിളിക്കുക തന്നെ ചെയ്യും. ഇതിനു മുമ്പ് വിളിച്ചിട്ടുമുണ്ട്. മാങ്ങ പറിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. അല്ലാതെ മറ്റു ചിലർ ചെയ്യുന്നത് പോലെ ലേലം വിളിച്ച് പള്ളിക്ക് കാശ് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് മാങ്ങയൊട്ട് പറിച്ചെടുക്കുകയുമില്ല. കണ്ടവരെ കൊണ്ട് മാങ്ങ പറിപ്പിച്ച് ഓസിൽ വിതരണം ചെയ്യുകയും ചെയ്യും. അത്രയ്ക്കും വിശാല മനസ്സിനൊന്നും ലൂയിസ് ഇല്ല. കഴിഞ്ഞ കൊല്ലം ലൂയിസുമായി മത്സരിച്ച് മാവ് ലേലത്തിന് നിന്നത് ഗൾഫുകാരൻ മുതലാളി അനീഷാണ്. അയാൾ മത്സരിച്ചാണെങ്കിലും മാങ്ങ ലേലം വിളിച്ചെടുത്തു. അത് കഴിഞ്ഞ് അധിക ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്നും ഗൾഫിലേക്ക് പോയി. അവൻ പോയി കഴിഞ്ഞ് ആരും മാങ്ങ പറിക്കാനൊന്നും വന്നില്ല. അവസാനം അച്ഛൻ തന്നെ ആരെക്കൊണ്ടോ മാങ്ങ പറിപ്പിച്ച് എല്ലാവർക്കുമായി വീതിച്ചു കൊടുത്തു. ആ കാര്യമാണ് ലൂയിസ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൻ്റെ ശബ്ദം ഇവിടെ നിന്നും കേട്ടതേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ട് നീതു അവിടെ നിന്നും മറുവഴിക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോയി. ലൂയിസ് നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. കിച്ചുവും വക്കഞ്ചേട്ടനും ചേട്ടത്തിയും കൂടി അവരുടെ വീട്ടിലേക്ക് നടന്നു കഴിഞ്ഞു. വീട് വളരെ അടുത്തായതുകൊണ്ട് അവർക്ക് നടന്നു പോകേണ്ടതേയുള്ളൂ. ചേട്ടനും ചേട്ടത്തിക്കും നടക്കാൻ പറ്റുകയും ചെയ്യും. കിച്ചുവിൻ്റെ കൂടെ നീതു ഇല്ല എന്ന് കണ്ടതേ സമാധാനമായ ലൂയിസ് വേഗം തന്നെ വണ്ടിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ നീതു അതിനകത്തിരിപ്പുണ്ട്. നീ എപ്പോഴാണ് പെണ്ണെ ഇങ്ങോട്ട് വന്നു കയറിയത്? നീ വന്നത് ഞാൻ കണ്ടതേയില്ലല്ലോ. ഒന്ന് ഞാൻ നോക്കുമ്പോൾ നീ അവരെ കല്യാണം വിളിക്കുകയായിരുന്നു. വക്കച്ചൻ ചേട്ടനെ വിളിക്കാൻ ഞാൻ പിന്നീട് പോയിക്കോളാം. അകലെയുള്ളവരെ വിളിച്ചു കഴിഞ്ഞിട്ട് വേണമല്ലോ അടുത്തുള്ളവരെ വിളിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരാതിരുന്നത്. താനും കിച്ചുവും കൂടി എന്തെങ്കിലും രഹസ്യമായി പദ്ധതി ഇടുകയോ മറ്റോ ചെയ്തെങ്കിലോ എന്നാണ് അപ്പൻ്റെ പേടി. അപ്പൻ്റെ പദ്ധതി പാളുകയെങ്ങാനും ചെയ്തെങ്കിലോ എന്നതാണ് സംശയം. അതുകൊണ്ട് 2 പേരും കൂടി എന്താണ് പറയുന്നത് എന്നറിയാനാണ് അവിടെ വന്ന് പാത്തു നിന്നത്. ആ ലൂയിസിൻ്റെ മകൾ തന്നെയല്ലേ ഈ നീതു?
ലൂയിസ് അവിടെ വന്നതേ നീതു വിവരമറിഞ്ഞു. പിന്നെ ലൂയിസിന് തൃപ്തികരമായ രീതിയിൽ മാത്രമേ അവൾ സംസാരിച്ചുള്ളൂ. അത് വല്ലതും ഈ അപ്പന് പിടികിട്ടുമോ? ഒരു കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ ആ കാര്യം പറഞ്ഞു തീർത്ത ഉടനെ ഇങ്ങോട്ട് പോരണം. അല്ലാതെ പിന്നെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എവിടെയും മറഞ്ഞു നിൽക്കാനൊന്നും പോകാതെ നേരെ വന്ന് വണ്ടിയിൽ കയറി. എനിക്ക് ഒളിച്ചും പാത്തുമൊന്നും ചെയ്യുകയും കേൾക്കുകയും വേണ്ടല്ലോ. ഞാനിവിടെ വണ്ടിയിൽ വന്ന് കയറുമ്പോഴും ചിലരവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടതാണ്. നോട്ടം മാവിലേക്കായിരുന്നു എന്ന് മാത്രം. അവൾ തനിക്കിട്ട് തന്നെ താങ്ങിയതാണെന്ന് ലൂയിസിന് മനസ്സിലായി. സാരമില്ല, മക്കൾ അപ്പനെ തന്നെ താങ്ങി പഠിക്കട്ടെ. ഭാവിയിൽ പലരെയും താങ്ങേണ്ടി വന്നെങ്കിലോ? ലൂയിസിന് പറയാൻ തോന്നിയത് അല്പം കടുപ്പിച്ചു തന്നെയായിരുന്നു. പിന്നെ അയാൾ വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ വെട്ടിത്തുറന്ന് പറയുമായിരുന്നു, നീ പറയുന്നത് കേൾക്കാൻ തന്നെ ഞാൻ ഒളിച്ചു നിന്നതാടി. നീ എന്നെ എന്നാ ചെയ്യാൻ പോണു? നിന്നെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് സംശയം തോന്നിയതുകൊണ്ടാണല്ലോ. ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ലായിരുന്നു. നിനക്കവനെ പ്രണയിക്കാൻ തോന്നിയതുകൊണ്ടല്ലേ? അതുവരെ ഞാൻ നിന്നെ അങ്ങനെയൊന്നും നിയന്ത്രിച്ചിട്ടില്ലല്ലോ. പിന്നെയും എന്തൊക്കെയോ കൂടി പറയാൻ വന്നെങ്കിലും തൽക്കാലത്തേക്ക് ഒന്നും പറഞ്ഞില്ല. വെറുതെ പറഞ്ഞ് അവളെ പിണക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ചെയ്താൽ കല്യാണ ദിവസം പള്ളിയിൽ നിന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അവൾക്ക് സമ്മതമല്ല എന്നെങ്ങാനും പറഞ്ഞെങ്കിൽ പിന്നെ ജീവനോടെ ഇരുന്നിട്ട് കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് കല്യാണം കഴിയുന്ന അത്രയും കാലം അവളെ അധികം പിണക്കാതെ ലോഹ്യത്തിൽ നിൽക്കുക. താഴ്ന്നു കൊടുക്കേണ്ടപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് ബുദ്ധിയല്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവളെ വേണമെങ്കിൽ അവൻ നോക്കിക്കോട്ടെ. ലൂയിസ് അതുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാരുടെ ക്യാമ്പസ് സെലക്ഷൻ പിന്നീടൊരു ദിവസമായിരുന്നു. സ്നേഹയ്ക്കും ജിനുവിനും അന്ന് സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടിയത് മേഘ ഇൻഡസ്ട്രീസിൻ്റെ ഹൈദരാബാദിലുള്ള കമ്പനിയിലാണ്. കോതമംഗലം കോളേജിൽ നിന്ന് ആകെ 8 പേർക്ക് കിട്ടിയിട്ടുണ്ട്. 2 പേർക്കും ഒരു സ്ഥലത്ത് ഒരു കമ്പനിയിൽ തന്നെയാണ് ജോലി കിട്ടിയത് എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയില്ലെങ്കിലും അവരെ 2 പേരെയും അത്ഭുതപ്പെടുത്തി. അത്ഭുതത്തേക്കാൾ അധികം സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. ഇത്ര കാലവും ജിനുവിനാണെങ്കിൽ യാതൊരു കാര്യവും സ്വന്തമായി ചെയ്യാൻ കഴിയില്ലാത്ത അവസ്ഥയായിരുന്നു. സ്നേഹയോടൊന്ന് സംസാരിക്കണമെങ്കിൽ പോലും അവന് ഭയമായിരുന്നു. ഇനിയിപ്പോൾ അതെന്തായാലും വേണ്ടല്ലോ. ശനിയാഴ്ച വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പള്ളിയിലേക്ക് നടക്കുന്നതിനിടയിലാണ് അനുവിനോട് സ്നേഹ ഇക്കാര്യം പറഞ്ഞത്. വിവരമറിഞ്ഞതേ അനു അവളോട് പറഞ്ഞു, ഈ കാര്യത്തിൽ ദൈവത്തിന് നന്ദി പറയേണ്ടത് തന്നെയാണ് മോളെ. നിന്റെ ഇത്രയും കാലത്തേക്കുള്ള പ്രാർത്ഥനയുടെ ഫലമാണ്. ഇതിൽ കൂടുതലായ ഒരു അനുഗ്രഹം എന്താണ് ദൈവം തരേണ്ടത്? ഇനി 2നും കൂടി ഒരുമിച്ചൊരു സ്ഥലത്ത് ആരെയും പേടിക്കാതെ ജീവിക്കാമല്ലോ. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, നമ്മുടെ അവിടുത്തെ കോൺവെൻറ്റിൽ തന്നെ താമസിച്ച് ജോലിക്ക് പോയാൽ മതി. പിന്നെ എപ്പോഴും സിസ്റ്റർമാരുടെ ഒരു മേൽനോട്ടം നിനക്ക് മേൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. നിന്നെയൊന്നും സ്വതന്ത്രമായി പറക്കാൻ വിടാറായിട്ടില്ല. കുഞ്ഞുനാളിൽ മുതലേ ഒരുമിച്ച് ഒരേ മുറിയിൽ താമസിച്ചിട്ട് പോലും ഇത്രയും കാലമായി അവൾക്ക് തന്നെ യാതൊരു പരിചയവുമില്ലാത്തതുപോലെയാണ് ഇപ്പോഴത്തെ വർത്തമാനം. മനസ്സിൽ തോന്നിയ ഓരോ കാര്യങ്ങളും പരസ്പരം പങ്കുവെച്ച് ജീവിച്ച തൻ്റെ അടുത്ത് തന്നെ വേണോ അവളുടെ ഉപദേശം? ജോലി കിട്ടിയാലും താമസത്തിന് പോയാലും എന്തായാലും സ്നേഹ തന്നെയാണ് മോളെ. നീ അങ്ങനെയൊന്നും എന്നെ ഉപദേശിക്കേണ്ട. ഉപദേശിച്ചാൽ എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, സന്തോഷമേ ഉള്ളൂ. സമയമാകട്ടെ, എന്നിട്ട് നിങ്ങളെല്ലാവരെയും വിവരമറിയിക്കും. എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും വാങ്ങി മാത്രമേ നീ ഇപ്പോൾ ഉദ്ദേശിച്ചതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായി ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ. താനാണ് അവളുടെ സഹോദരി. കല്യാണം നടത്തുന്നതിൽ പ്രധാന സ്ഥാനം തനിക്ക് കിട്ടേണ്ടതാണ്. അത് നിർബന്ധമായും തനിക്ക് കിട്ടണം. അത് കിട്ടാൻ വേണ്ടി കൂടി തന്നെയാണ് ഇപ്പോൾ അഡ്വാൻസായി അവളോട് ഇത്രയും പറഞ്ഞത്. പക്ഷേ സാധാരണ എന്നതുപോലെ തന്നെ ഇപ്പോഴും അവൾ ഗോളടിച്ചു. ഇത്രയും പറയുന്നത് കേട്ടപ്പോൾ ഒന്ന് ചമ്മുകയെങ്കിലും ചെയ്യുമെന്നാണ് വിചാരിച്ചത്. എവിടെ, അവളിപ്പോൾ പഴയ പോലെയൊന്നുമല്ലല്ലോ. യാതൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല,
വളരെ ആത്മവിശ്വാസത്തോടെ മറുപടി പറയുകയല്ലേ ചെയ്തത്. ഇവൾ അല്ലെങ്കിലും മെക്കിലെ റാണി തന്നെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നോട് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അവർക്കും ബാധകമല്ലേ? അവർ രണ്ടുപേരും ചെന്നൈയിലേക്കാണ് പോകുന്നതെന്ന ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കുറെ കൂടി അടുത്തേക്കാണ് എന്ന വ്യത്യാസമല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ജോലിക്ക് പോകുന്നത് എന്ന കാര്യം എന്നെ ഉപദേശിക്കുന്ന സമയത്ത് ഓർത്താൽ കൊള്ളാം. പിന്നെ എന്നോട് ഉപദേശം പറയാനുള്ള അവകാശം നിനക്കുള്ളതാണ്. നീ മാത്രമാണ് എൻ്റെ കൂടപ്പിറപ്പായി ഞാൻ അംഗീകരിച്ചിട്ടുള്ള ഒരേ ഒരാൾ. നീ പറയുന്നതിനോ ഉപദേശിക്കുന്നതിനോ പേടിപ്പിക്കുന്നതിനോ പോലും എനിക്ക് വിരോധമില്ല, സന്തോഷം മാത്രം. അതിനുശേഷം പിന്നെ നീതുവിൻ്റെ കല്യാണം ഉറപ്പിച്ച കാര്യവും അവൾ വന്ന് കല്യാണം വിളിച്ച കാര്യവും എല്ലാം സ്നേഹയോടും പറഞ്ഞു. അനുവിനെ കല്യാണം വിളിക്കാൻ വേണ്ടി കോൺവെൻറ്റിൽ വന്ന ആ കാലഘട്ടത്തിൽ സ്നേഹയും മറ്റും പഠനയാത്ര പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് സ്നേഹയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇൻവിറ്റേഷൻ കാർഡും അതിൻ്റെ കൂടെ ഒരു ചെറിയ എഴുത്തും കൂടി അനുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആ കാര്യം അനു അവളോട് പറഞ്ഞു. തിരിച്ചു മഠത്തിൽ ചെല്ലുമ്പോൾ ആ രണ്ട് കാര്യങ്ങളും എടുത്തു കൊടുക്കുകയും ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇല്ലെങ്കിൽ ചോദിച്ചു മേടിച്ചോണം എന്നുകൂടി അനു പറഞ്ഞു. വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ രണ്ടുപേരും പള്ളിയിലെത്തിയത് അറിഞ്ഞില്ല. അപ്പോഴേക്കും അവർ വരുന്നതിൻ്റെ മറുവശത്തു നിന്നും കിച്ചുവും പള്ളിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. പള്ളിപ്പറമ്പിലേക്ക് കയറി നോക്കിയപ്പോൾ അവരാരും തീരെ പ്രതീക്ഷിക്കാത്ത ഒരാൾ അവിടെ നിൽക്കുന്നു. പള്ളിയുടെ മുന്നിലെ കൽക്കുരിശിൻ്റെ ചുവട്ടിൽ അവരെ കാത്തു നിൽക്കുന്നതുപോലെയായിരുന്നു അയാളുടെ നിൽപ്പ്. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തുതന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചയ്ക്ക് ശേഷം 2:30 തന്നെ. എല്ലാവരും കാണുകയോ കേൾക്കുകയോ ചെയ്യണമേ. ഓക്കേ.